എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. വി ക്യാൻ ഹിയർ എ ഗോഡ്സ് വോയിസ് ടുഡേ. ഇന്ന് നമുക്കൊരു ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ഹല്ലേലൂയ. 1 തിമോത്തി 4:1 മുതലുള്ളതാണ്. എന്നാൽ ഭാവി കാലത്തെ ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളെയും ഉപദേശങ്ങളെയും ശ്രദ്ധിച്ച് വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നത് ആത്മാവ് വ്യക്തമായി പറയുന്നു. ഇന്ന് ആയിരിക്കുന്ന വിശ്വാസികൾ, ഇന്നായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ചിലവരെ കണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം പലരുമായി ബന്ധപ്പെടുവാൻ, പലരുമായി അടുത്ത് ഫ്രണ്ട്സ് ആകുവാൻ. അല്ലെങ്കിൽ നമ്മൾ ചിലവരുടെ അടുത്ത് പ്രാർത്ഥനാ വിഷയം പറയുന്നവരുമാണ്. അനേക വർഷങ്ങളായി ചിലവരുമായി നമ്മൾ വളരെ ആത്മീയ ബന്ധത്തിൽ വന്നവരുണ്ട്. ചിലവരെ മനസ്സിലാക്കേണ്ടത് അവരെ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. സ്ലോലി അവരിൽ നിന്ന് സൈലൻ്റായിട്ട് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. ഒരു പ്രാവശ്യം കൊണ്ട് വചനം വായിക്കാം. എന്നാൽ ഭാവി കാലത്തെ ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ശ്രദ്ധിച്ച് വിശ്വാസത്തിൽ നിന്ന് പിന്മാറും എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. അന്ത്യകാല സമയത്ത് ഭൂതങ്ങളുടെ ശുശ്രൂഷയുണ്ട്. ഭൂതങ്ങൾ ഉപദേശം കൊടുക്കാറുണ്ട്. നമുക്കറിയത്തില്ല, ഈ ചില ഭൂതങ്ങൾ പ്രവചിക്കും, പക്കായിട്ട് പ്രവചിക്കും. അത് യഥാർത്ഥ ദൈവത്തിൻ്റെ ആത്മാവിൽ ഉള്ളവരാണോ എന്ന് തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിലാണോ എന്ന് തിരിച്ചറിയണം. എല്ലാവരുടെ അടുത്തും പോയി ഇടകലർന്ന് അവരുമായുള്ള ആത്മീയ ബന്ധം പോലെ ആയി തീർക്കുവാൻ നമുക്ക് പറ്റത്തില്ല. എനിക്കറിയാം, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അറിയാവുന്ന ദൈവദാസന്മാർ, അവരുമായി പലപ്പോഴും പലയിടങ്ങളിൽ പല കാര്യങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചു വരുമ്പോൾ ആ സംസാരത്തിൻ്റെ ഇടയിൽ പല കാര്യങ്ങൾ അതിനകത്ത് വരുമ്പോൾ നമുക്ക് കേട്ടാൽ അറിയാം, ഒന്നിലധികം കാര്യങ്ങൾ പിശാചിൻ്റെ കാര്യങ്ങളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ചില ഫലങ്ങൾ കേട്ടാൽ അറിയാം, അവർ പ്രവർത്തിക്കുന്ന കണ്ടാൽ അറിയാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലത്തിലുള്ളതല്ല അവരുടെ അകത്ത് കിടക്കുന്ന ചില കാര്യങ്ങൾ. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ വളരെ സൈലൻ്റായി, പ്രാർത്ഥനയോടെ വളരെ സൈലൻ്റായി. നമ്മൾ ദേഷ്യപ്പെടേണ്ട സ്ഥലം വന്നിട്ടും ആ സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ട സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ചിലതിനെ കണ്ണിക്കേണ്ട സമയങ്ങൾ, ചില കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ നടക്കേണ്ട സമയത്ത് വരുന്ന ചില കാര്യങ്ങളെ ചിലർ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് വേണമെങ്കിൽ എടുത്തു ചാടാം, അതിനെയൊക്കെ ഒതുക്കിക്കളയാം, അല്ലെ എതിർത്ത് സംസാരിക്കാം. പക്ഷേ അവിടെയൊക്കെ വളരെ കാമായിട്ട് പരിശുദ്ധാത്മാവിൽ സൈലൻ്റായിട്ട് നിന്നുകൊണ്ട് ഇന്നും ഞങ്ങളെ ദൈവം അനുഗ്രഹത്തോടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഹല്ലേലൂയ. താഴോട്ട് വായിക്കാം. കാപട്യത്താൽ വ്യാജം പറയുന്നവരുടെ മനസ്സാക്ഷി ചുട്ട് പഴുത്ത ഇരുമ്പ് കൊണ്ട് എന്ന പോലെ കത്തിക്കരിഞ്ഞിരിക്കുന്നു. അവർക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാപട്യമേ പറയൂ, കള്ളത്തരമേ പറയൂ. ഒരു വിധത്തിൽ പറഞ്ഞാൽ സാമ്പത്തിയം നല്ലതാ, സാമ്പത്തിയം സുവിശേഷ വേലയ്ക്ക് സാമ്പത്തിയം വേണം, ആവശ്യമാണ്. പക്ഷേ ചിലവരത് എടുത്തിട്ട് തെറ്റായി ആ സാമ്പത്തികം വിനിയോഗിക്കുന്നവരുണ്ട്, തെറ്റായ മാർഗത്തിൽ കൂടെ അത് നേടുന്നവരുണ്ട്. ഇതൊക്കെ പലർക്കും അവരുടെ മനസ്സാക്ഷിയെ മനസ്സിനെ കഠിനപ്പെടുത്തി പലപ്പോഴും ദൈവിക അനുഗ്രഹങ്ങൾ മറ്റുള്ളവരേക്ക് ചൊരിയാൻ പറ്റാതിരിക്കുന്നവരുണ്ട്.
അവരുടെ പ്രവൃത്തികൾ കണ്ടോണം. അവർ വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച ഭോജനങ്ങൾ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് അവരുടെ പല പരിപാടികൾ. ഇതൊക്കെ എല്ലാം മാനുഷികമായ ബുദ്ധിക്കകത്ത് അല്ലെങ്കിൽ പൈശാചിക ബുദ്ധിക്കകത്ത് പ്രവർത്തിക്കുന്ന പലരുണ്ട്. ഈ അന്ത്യകാല സമയത്ത് ഒരു കാരണവശാലും നമ്മളിൽ ആത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ ഇരിക്കരുത്. പിശാച് അവസാനം കയറി കപടഭക്തിക്കാരെ ആക്കിയ പോലാക്കും. ഈ ഭാവി കാലത്തെ ചിലർ വ്യാജ ആത്മാക്കളെ ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ശ്രദ്ധിച്ച് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നവരുണ്ട്. ഇങ്ങനെ വ്യാജമായി നടക്കുന്ന ഒത്തിരി പേരുണ്ട്. സാമ്പത്തികം ഉണ്ടാക്കുവാൻ നടക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വലിയ നിലകളിലൊക്കെ ദൈവം ആക്കി തീർത്തവർ അവർ പിന്നെയും അടുത്ത ആത്മീയ ലെവലല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം, ആൾക്കാരുടെ മുന്നിൽ ഉയർന്നു നടക്കണം, അങ്ങനെയുള്ള രീതിയിലൊക്കെ നടക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരും ഒരുപോലെ. ഹല്ലേലൂയ. അഭിഷേകം ശിഷ്യന്മാർക്ക് പകർന്ന അഭിഷേകം തന്നെയാണ് അനേകർക്ക് ദൈവം പകർന്നിരിക്കുന്നത്. ശിഷ്യന്മാരിൽ പകർന്ന കൃപാവരങ്ങളാണ് എല്ലാവരിലും പകർന്നിരിക്കുന്നത്. ഒറ്റ കാര്യമുള്ളൂ, ആരെയും തകർക്കുവാനോ ആർക്കും എതിരെ നിൽക്കുവാനോ ആരെയും മുഷിപ്പിക്കുവാനോ ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ച് അവനവൻ്റെ ജീവിതത്തെ ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ മനസാന്തരപ്പെട്ട് ദൈവത്തോടു കൂടെ ആമേൻ നടക്കുന്നവരെ ദൈവം കാത്തുപരിപാലിക്കും. കപടഭക്തിക്കാരിൽ നിന്ന് മാറി നടക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ വരുന്ന ഈ കാലഘട്ടത്തിൽ പലതും നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാനൊക്കെ വരുന്നവരുണ്ട്. അതിൽ നിന്നെല്ലാം ദൈവം ഈ വചനം കേട്ടോണ്ടിരിക്കുന്നവരെ, ഈ ഇന്നത്തെ എൻ്റെ ആമേൻ സ്തോത്രം ഈ വചന ശുശ്രൂഷയെ കേട്ടോണ്ടിരിക്കുന്നവരെ ആമേൻ ദൈവം കാത്തുപരിപാലിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അന്ത്യകാലത്ത് പിശാച് അനേകരെ തകർത്ത് കളയുവാൻ ഇറങ്ങുന്ന കർത്താവെ, ഇത് കേൾക്കുന്നവരെ പിന്മാറ്റത്തിൽ നിന്ന് മാറ്റി യഥാർത്ഥ ദൈവിക വിശ്വാസത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.